പശ്ചിമേഷ്യയിൽ സംഘർഷം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നുവെന്നുള്ള സൂചന നൽകുന്ന ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് കൂടി പോവാം. ചന്ദ്രനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാന് നേരെ കൊലവിളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനി ഒരിക്കലും തിരിച്ചുവരാനാകാത്ത വിധം ഇറാനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഭീഷണി. ഇറാനെതിരായ ട്രംപിന്റെ അന്ത്യശാസനം റഷ്യ തള്ളി. ഹോർമുസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിക്കുന്നത് സംഘർഷം രൂക്ഷമാക്കുമെന്നും റഷ്യ വ്യക്തമാക്കി. അതിരുകടന്നാൽ പശ്ചിമേഷ്യയുടെ പുറത്തേക്ക് തിരിച്ചടി വ്യാപിപ്പിക്കുമെന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ഷാർജയിൽ അൽ സുറയ ടെലികോം കമ്പനിക്ക് നേരെ മിസൈൽ ആക്രമണമുണ്ടായി. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബഹ്റൈന്റെ പ്രമേയത്തെ UN രക്ഷാസമിതിയിൽ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തു. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്നും. ഒപ്പം മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നു. മുഹമ്മദ് റഹീസ്, ഈ സംഘർഷം അത് മറ്റൊരു തലത്തിലേക്ക് കൂടി പോകുന്നുവെന്നുള്ള ഒരു സൂചനയാണ്. നിലവിൽ എന്താണ് ട്രംപ് ഇത്തരമൊരു ഭീഷണി മുഴക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്? ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മറുപടി പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഈ ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയതിനു ശേഷം ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ നേരിടുന്ന ഒരു അവ്യക്തതയുണ്ട്. ഏത് തരത്തിലൊക്കെ ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് രാവിലെ കാര്യമായി പുലർച്ചെ ആക്രമണം ഉണ്ടാകുന്നു, ആ നിലയ്ക്ക് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ 38 ദിവസങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ കടന്നുപോയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ആശങ്ക, ഇറാനെ ഏത് തരത്തിലാകും ട്രംപ് ആക്രമിക്കുക, അമേരിക്ക ഇസ്രായേൽ സഖ്യം ആക്രമിക്കുക, ആക്രമണം കഴിഞ്ഞാൽ ഏത് നിലയ്ക്കായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു ആശങ്ക നിലവിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നാളെ UAE സമയം പുലർച്ചെ 4 മണിയോട് കൂടിയിട്ടൊക്കെ ആകും ആ ആക്രമണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ഏത് നിലയിലേക്ക് പോകും എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു ചർച്ചയൊക്കെയും നടക്കുന്നുണ്ട്. എന്തായാലും സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണമാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 11 ബാലിസ്റ്റിക് മിസൈലുകളും ഒപ്പം തന്നെ 18 ഡ്രോണുകളും സൗദി പ്രതിരോധ സേനയ്ക്ക് ഇന്ന് തടുത്തിടേണ്ടി വന്നു. കിഴക്കൻ പ്രവിശ്യ നേരിട്ട് ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത്. നേരത്തെയും അത് അങ്ങനെ തന്നെയായിരുന്നു. പലതവണയും കിഴക്കൻ പ്രവിശ്യ ആയി ബന്ധപ്പെട്ട് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത് തുടരുകയാണ്. എന്തായാലും UAE കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 11 ഡ്രോണുകൾ അടക്കം ഇന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷാർജയിലെ അൽസുറയ ടെലികമ്മ്യൂണിക്കേഷൻസിൽ ഉണ്ടായ ഒരു ആക്രമണം, ആ ആക്രമണം കാര്യമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. അവിടെ ഏതാണ്ട് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ നിലയിലേക്ക് ആക്രമണം ഉണ്ടായി. എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻസ് അത് കഴിഞ്ഞിട്ട് തങ്ങളുടെ പ്രവർത്തനം പൂർണ്ണതോതിലാണ്, ഒപ്പം തന്നെ സർവീസുകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൂടി നൽകിയിട്ടുണ്ട്. കുവൈറ്റ് കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണമാണ് നേരിട്ടത്. 10ലധികം ഡ്രോണുകൾ ഇന്ന് കുവൈറ്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെയും പഴങ്കഥകളാണ്. ഇന്ന് ഈ നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളുടെ ഒക്കെയും പ്രതിരോധ വകുപ്പ് ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഒക്കെയും നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഏത് നിലയിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ ചെറുക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്നുള്ളത് ഓരോ രാഷ്ട്രങ്ങളും ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഒരു സുരക്ഷിതത്വ ബോധം അത് പകർന്നു നൽകാൻ എല്ലാ രാഷ്ട്രങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും വലിയൊരു കാര്യമാണ്. ആ നിലയ്ക്ക് വന്ന ആക്രമണങ്ങളിൽ ഏതാണ്ട് 95% കൃത്യമായി തന്നെ ചെറുക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്രയധികം ആക്രമണമാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഓരോ രാജ്യങ്ങളിലേക്കും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അതിനെയൊക്കെ ഫലപ്രദമായി ചെറുക്കാൻ, തടുക്കാൻ, ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാനൊക്കെയും ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഈ ഒരു ആക്രമണത്തിനെയും ഏതെങ്കിലും തരത്തിൽ ഈ ഇറാൻ ഒരു കൈവിട്ട ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ ചെറുക്കാനും ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ആ നിലയിലേക്ക് അധികൃതരൊക്കെയും അവർ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ പുലർച്ചെ ഏതാണ്ട് UAE ഒരു സമയം നോക്കുകയാണെങ്കിൽ 4:30 ആകും ആക്രമണം എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ആ തരത്തിലാണെങ്കിൽ അത് ഏതൊക്കെ മേഖലയെ ബാധിക്കും? കാര്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളൊന്നും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. നേരത്തെ ഏതൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ആ തരത്തിൽ തന്നെ തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ അലേർട്ട് ആയിട്ടോ ഒരു കോമൺ മെസ്സേജ് ആയിട്ടോ ആ ഒന്നും തന്നെ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഈ രാത്രി പുലരുമ്പോഴും കാര്യങ്ങൾ കൃത്യമായി
ശരി. പ്രതിരോധ സേന അല്ലെങ്കിൽ എന്തായാലും ഇന്ത്യൻ സർക്കാർ അത് ട്രംപ് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാന് നൽകിയിരിക്കുന്ന അന്ത്യശാസനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കൊലവിളി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ഇറാനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഭീഷണി ഉണ്ടാവുന്നത്. എന്തായാലും ഇറാൻ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. അവർ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച 10 വ്യവസ്ഥകളുണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. ആ വ്യവസ്ഥകളിൽ തന്നെ അവരിപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ഇറാനെതിരായ ട്രംപിന്റെ ഈ അന്ത്യശാസനത്തെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തള്ളിക്കളയുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിക്കുന്നത് സംഘർഷം രൂക്ഷമാക്കുമെന്നുള്ള നിലപാടിലാണ് റഷ്യ. അതിരുകടന്നാൽ പശ്ചിമേഷ്യയുടെ പുറത്തേക്ക് തിരിച്ചടി വ്യാപിപ്പിക്കും എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്നും. മധു, ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു അന്ത്യശാസനം അല്ലെങ്കിൽ കൊലവിളി ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്താണ്? ട്രംപിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ്? അമൽ, സൂര്യ, ഇറാൻ അമേരിക്ക സംഘർഷം ഈ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വളരെ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ അവരുടെ നിലപാടിൽ ഒരു മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ഒരു നാഗരികത തന്നെ ഇല്ലാതാക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലെടുക്ക് വഴി തടസ്സമില്ലാതെ എണ്ണക്കടത്ത് പുനരാരംഭിക്കുവാനുള്ള അതാണ് ട്രംപ് അന്ത്യശാസനമായിട്ട് നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് രാത്രി 8 മണി വരെയാണ് അവർക്ക് സമയം നൽകിയിരിക്കുന്നത്. അതേസമയം അല്പം മുമ്പ് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അതീവ ഗുരുതരമായ വ്യോമാക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനവാസ മേഖലകളിലടക്കം അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ ഈ ഷിറാസിലെ പ്രമുഖ പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെ തുടർച്ചയായിട്ട് 2ാം ദിവസവും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. അതുപോലെ ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രം കാർഗൈലിനെതിരെ നേരെ US സേന 2ാമതും ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഇത് പുറമെ ഇറാനിലെ 2 വലിയ പാലങ്ങളും അതുപോലെ ഒരു റെയിൽവേ സ്റ്റേഷനും തകർക്കപ്പെട്ടു. റെയിൽവേ പാതകളും പാലങ്ങളും ഒക്കെ ആക്രമിച്ചത് തങ്ങളുടെ യുദ്ധവിമാനങ്ങളാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തെഹ്റാൻ, കാരജ്, തബ്രീസ്, കാഷാൻ, ഖോം എന്നീ നഗരങ്ങളിലെ പ്രധാന പാലങ്ങളാണ് തകർത്തതെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ആയുധങ്ങളും അതുപോലെ സൈനിക ഉപകരണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കം ചെയ്യുവാനും മൂവ്മെന്റ്സിന് വേണ്ടി ഇറാൻ സൈന്യം ഈ പാലങ്ങളായിരുന്നു പ്രധാനമായിട്ട് ഉപയോഗിച്ചതെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഈ ആക്രമണം കനത്തതോടെ തെഹ്റാനിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അതിർത്തികളിലേക്കൊക്കെ മാറുകയാണ്. തുർക്കിയിലേക്കും പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഭീഷണിയെ പ്രതിരോധിക്കുവാൻ ഇറാനും സജ്ജമാകുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. രാജ്യത്തെ വൈദ്യുത നിലയങ്ങൾക്ക് കാവലായിട്ട് മനുഷ്യച്ചങ്ങല തീർക്കാൻ ഇറാൻ ഭരണകൂടം യുവാക്കളോട് ആഹ്വാനം ചെയ്തു. അത് മാത്രമല്ല താനടക്കം ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ ഇതിനായിട്ട് റെഡിയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷാക്ക് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ ചെക്ക് പോസ്റ്റുകളിൽ കാവൽ നിൽക്കുവാൻ സ്വന്തം മക്കളെ അയക്കണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറൽ അവരുടെ രക്ഷിതാക്കളോട് ആഹ്വാനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അമേരിക്ക ആക്രമിച്ച് മുന്നേറുകയാണെങ്കിലും ഈ ഗൾഫ് മേഖലകളിലെ എണ്ണവാതക വിതരണം വർഷങ്ങളോളം തടസ്സപ്പെടുത്തുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ഈ ട്രംപിന്റെ ഈ ഒരു നീക്കത്തിനെതിരെയുള്ള പ്രതികരണങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരാൻ തുടങ്ങി. അതായത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ പറഞ്ഞു. അതുപോലെ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്രോസും ഇതേ നിലപാടാണ് ആവർത്തിച്ചിരിക്കുന്നത്. അതായത് ഊർജ്ജ നിലയങ്ങളും അതുപോലെ പാലങ്ങളും പോലുള്ള സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നത് രാജ്യാന്തര നിയമപ്രകാരം നിരോധിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം അമേരിക്കയെ ഓർമ്മിപ്പിച്ചു. എന്നിരുന്നാലും ഈ മുന്നറിയിപ്പുകളൊന്നും ഗൗരവമായിട്ട് എടുക്കുവാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് ഒട്ടും ആശങ്കയില്ലെന്നാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. അമൽ, സൂര്യ. രാജ്യത്ത് വിമാന ടിക്കറ്റ് നിരക്ക് ഉയരും. ഇൻഡിഗോയ്ക്ക് പിന്നാലെ എയർ ഇന്ത്യയും സർചാർജ് വർദ്ധിപ്പിച്ചു. പുതിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിമാന ഇന്ധന വില ഉയർന്നതോടെയാണ് ഇന്ധന സർചാർജ് എയർ ഇന്ത്യ വർദ്ധിപ്പിച്ചത്. മുമ്പ് ദൂരവ്യത്യാസമില്ലാതെ എല്ലാ റൂട്ടുകൾക്കും 399 രൂപയായിരുന്നു സർചാർജ്. എന്നാൽ ഇനി മുതൽ യാത്ര ചെയ്യുന്ന ദൂരത്തിനനുസരിച്ച് നിരക്ക് മാറും. എയർ ഇന്ത്യ എക്സ്പ്രസ് ആഭ്യന്തര യാത്രകൾക്ക് 299 രൂപ മുതൽ 899 രൂപ വരെയാണ് ഈടാക്കുക. 500 കിലോമീറ്റർ വരെ 299 രൂപയും 2000 കിലോമീറ്റർ മുകളിൽ 899 രൂപയും യാത്രക്കാർ അധികമായി നൽകേണ്ടി വരും. രാജ്യാന്തര വിമാന സർവീസുകൾക്ക് $24 മുതൽ $280 വരെയാണ് ഈടാക്കുക. വരും ദിവസങ്ങളിൽ മറ്റ് വിമാന കമ്പനികളും സമാനമായ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന. അതേസമയം രാജ്യത്ത് ആവശ്യമായ പെട്രോൾ, ഡീസൽ, LPG എന്നിവ ലഭ്യമാണെന്ന് കേന്ദ്രം ആവർത്തിച്ചു. അതിനിടെ പൈലറ്റുമാരുടെ ജോലി സമയത്തുള്ള നിബന്ധനകളിൽ DGCA താൽക്കാലിക ഇളവ് നൽകി. സർവീസുകളെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനാണ് തീരുമാനമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി.
കോട്ടയം വൈക്കത്ത് CPIക്കെതിരെ ആരോപണം ഉന്നയിച്ച ശേഷം തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിൽ കർഷകൻ തൂങ്ങി മരിച്ചു. പുളിക്കാശ്ശേരി സ്വദേശി ചെല്ലപ്പനാണ് മരിച്ചത്. കൃഷിയുമായി മുന്നോട്ടു പോകാൻ CPI തടസ്സം നിന്നെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി CPI ആണെന്നും കർഷകൻ നേരത്തെ സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. എനിക്ക് ചിലപ്പോൾ അതിനിപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം വൈക്കത്ത് CPIക്കാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അത് കഴിഞ്ഞ് സംഭവിച്ചാലും വൈക്കത്ത് CPIക്കാർക്ക് മാത്രമാണ്. എന്നെ ഇല്ലാതെ ചെയ്യുന്ന 100% എനിക്കറിയാം. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രാദേശിക CPI നേതാക്കൾക്കെതിരെ ചെല്ലപ്പൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ ആണിത്. തിരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വൈക്കത്തെ CPIക്കാണെന്ന് വീഡിയോയിൽ ചെല്ലപ്പൻ പറയുന്നുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല എന്നും മകൻ ദീപു. ആത്മഹത്യ എൻ്റെ അച്ഛൻ ചെയ്യല, മക്കൻ ചെല്ലപ്പൻ ചെയ്യല. ആളുടെ വണ്ടി അവിടെ കിടക്കുന്നത് അതുണ്ടോ, അതിനകത്ത് എഴുതി വെച്ചേക്കണ വാചകം വായിച്ചോ, ആ പെട്ടി വണ്ടി. എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യല, എൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്യിപ്പിച്ച പ്രേരണ ഉണ്ടാവും. എൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്യല, അന്വേഷിക്കണം. CPIക്കെതിരെ ആയുധം തയ്യാറാക്കി വെച്ചിട്ടാണ് ആത്മഹത്യയെന്നും തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആത്മഹത്യ ചെയ്തത് ദുരൂഹമാണെന്നും CPI ആരോപിച്ചു. ഒന്നാം തരം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ആ വീഡിയോ CPIക്കെതിരെ പർപ്പസ് ആയിട്ട് എടുത്തതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ CPIക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഈ ഒരു മരണത്തെ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുവന്നു. ഇത് ആത്മഹത്യയാണോ എന്നുള്ളത് പൂർണ്ണമായും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ എന്ന് പറയുന്നില്ല. സ്ഥലത്ത് പ്രതിഷേധവുമായി BJP UDF പ്രവർത്തകരെത്തി. UDF കൊട്ടിക്കലാശം മാറ്റിവെച്ച് തലയോലപ്പറമ്പ് ടൗണിൽ മൗനജാഥ നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തൂങ്ങിമരണം തന്നെയാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 24 കോട്ടയം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടിയാണ്. 23 ദിവസത്തെ പ്രചാരണ പൂരത്തിന് ഇന്ന് കൊടിയിറങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത് ചൂടേറിയ തിരഞ്ഞെടുപ്പ് പോരിന്. ഡീൽ വിവാദം തൊട്ട് പ്രളയത്തിലെ പേരിലെ ആരോപണം വരെ കത്തിക്കയറിയ വിഷയങ്ങൾ. നേതാക്കൾ തമ്മിലുള്ള വാക്പോരും വെല്ലുവിളികളും പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചു. അവ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ഡീൽ ആരോപണം പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചു. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPIM BJP ഡീൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്ത്. RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിന്റെ ഭാഗമായി മുൻകൂർ ജാമ്യമെടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണണം. പ്രതിപക്ഷ നേതാവ് RSS പരിപാടിയിൽ പങ്കെടുത്ത പഴയ ചിത്രം മുഖ്യമന്ത്രി തന്നെ എടുത്തിട്ടതോടെ വാക്പോര് കടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന LDFന്റെ ആരോപണവും SDPI CPIM സഹകരണമെന്ന UDF വിമർശനവും ഡീലിൽ തുടർച്ചർച്ചയായി. ഇതിൽ ഡിബേറ്റ്, സൈഡ് ഷോ, പിന്നെ ഡീല് എല്ലാത്തിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട്, മറുപടിയുണ്ട്. ശിവൻകുട്ടിന്റെ ഒപ്പം സംവാദം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നേമത്തെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ V ശിവൻകുട്ടിയെ വെല്ലുവിളിച്ചത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ശിവൻകുട്ടി വെല്ലുവിളി സ്വീകരിച്ചെങ്കിലും ആ സംവാദം നടന്നില്ല. ഒരു ആനയെ ഇറക്കുമ്പോൾ ഒരു കുഴിയാനെങ്കിലും ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അദാനിയെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി അദ്ദേഹത്തിനോട് മത്സരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ആ റേഞ്ചിൽ മത്സരിക്കാൻ വലിയ പാടായി. സംവാദത്തിന് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചെങ്കിലും ഫേസ്ബുക്കിലൂടെയാകാമെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒരിടത്തും സംവാദത്തിന് നേതാക്കൾ മുഖാമുഖമെത്തിയില്ല. G സുധാകരനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദമായി. പ്രചാരണ യോഗത്തിൽ ചോദ്യമുന്നയിക്കാൻ ശ്രമിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കുന്ന മുഖ്യമന്ത്രിയുടെ മറുപടി പ്രചാരണത്തിൽ ഏറെ ചർച്ചയായി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ, കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ പരാമർശങ്ങൾ, പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം, CPIM നേതാവ് CS സുജാതയ്ക്കെതിരെയുള്ള G സുധാകരന്റെ വാക്കുകൾ. സുജാതയുടെ വീട്ടിലാണ്, സുജാതയുടെ നായന്മാരുടെ വീട്ടിൽ മാത്രമേ കയറുള്ളൂ. നായന്മാരുടെ വീട് നോക്കി കയറുകയാണ്. ഇവരങ്ങോട്ട് ചെന്നാവുന്ന നായന്മാരെല്ലാം ചെയ്യുമെന്നാണ് കാരണം. മനസ്സിലായില്ലേ? മാനമില്ല സുജാതയ്ക്ക്. ആണോ മാനം വേണ്ടേ? ഇങ്ങനെ വാവിട്ട വാക്കുകൾ പലതുണ്ടായി.
തൃശൂർ ജില്ലയിലെ കിറ്റ് വിവാദം BJPയെ പ്രതിരോധത്തിലാക്കി. FCRA നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നതോടെ അനുനയിപ്പിക്കാൻ BJPയും തിരക്കിട്ട നീക്കങ്ങൾ നടത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഫണ്ട് വിവാദത്തിന്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കോൺഗ്രസ് ഫണ്ട് പിരിവ് CPIM വൻ വിവാദമാക്കിയതോടെ KPCC അധ്യക്ഷൻ കണക്കുകളുമായി എത്തി. ശവന്തൂക്ക്, ശവന്തീനി തുടങ്ങിയ വാക്കുകളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും വീറും വാശിയും കൂടുതൽ കടുത്തു. കോൺഗ്രസിലെ കത്ത് വിവാദവും പ്രളയത്തിന്റെ പേരിലെ ആരോപണങ്ങളുമായി കളം കൊഴുക്കുകയാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ശബരിമല യുവതീ പ്രവേശന വിലക്ക് ആചാരത്തിന്റെ ഭാഗമായി കാണണമെന്ന് കേന്ദ്ര സർക്കാർ. കോടതിയുടേത് തെറ്റായ വിധിയെന്നും ഇത് തിരുത്തണമെന്നും കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നത്തേക്ക് വാദം പൂർത്തിയായി. നാളെ വീണ്ടും കേന്ദ്രത്തിന്റെ വാദം തുടരും. മതപരമായ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ത്യയിലെ മതങ്ങളുടെ ആന്തരികമായ ബഹുസ്വരതയും വൈവിധ്യവും കോടതി കണക്കിലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം വാദം ആരംഭിച്ചത്. മതങ്ങൾ തമ്മിലുള്ള തുല്യത ഉറപ്പാക്കാനാണ് 25ാം അനുച്ഛേദം ശ്രമിക്കുന്നത്. ശബരിമലയിലെ ആചാരങ്ങളെ ലിംഗവിവേചനമായി കാണരുത്, മതപരമായ വൈവിധ്യങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമായി കാണണമെന്നും കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. സാമൂഹിക തിന്മ മതാചാരമായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിന്മയാണോ അതോ അനിവാര്യമായ മതാചാരമാണോ എന്ന് കോടതിക്ക് തിരിച്ചറിയാനാകുമെന്ന് ജസ്റ്റിസ് നാഗരത്ന വാക്കാൽ പരാമർശിച്ചു. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു. ഇതൊരു കടുപ്പമേറിയ സത്യമാണെന്നും ജസ്റ്റിസ് നാഗരത്ന സുപ്രധാന നിരീക്ഷണം നടത്തി. പ്രതിഷ്ഠയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ ആചാരം ഒരു നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. സാമൂഹ്യ തിന്മയായ അയിത്തമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത് നീതീകരിക്കാനാവില്ലെന്നും കേന്ദ്രം പറഞ്ഞു. വിശ്വാസകാര്യങ്ങളിൽ കോടതി ഇടപെടലിന് പരിമിതിയുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിയുടേത് തെറ്റായ വിധി, ഇത് തിരുത്തണമെന്നും തൽക്കാലം കോടതി ഉന്നയിച്ച ചോദ്യങ്ങളിൽ വാദം ഒതുക്കുകയാണെന്നും കേന്ദ്രം അറിയിച്ചു. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ വാദം നാളെയും തുടരും. 24 ഡൽഹി. കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കൊട്ടിക്കലാശിച്ച വോട്ടുത്സവം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെയാണ് 23 ദിവസത്തെ പ്രചാരണ പൂരത്തിന് കൊടിയിറങ്ങിയത്. ഇനി നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. പ്രഖ്യാപനം തൊട്ട് ഓരോ ദിവസവും ചൂടേറിയ തിരഞ്ഞെടുപ്പ് ആവേശം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പാരമ്യത്തിലേക്ക്. അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളും അണികളും അത്യാവേശത്തിൽ. കൊടും ചൂടിനിടയിലാണ് 23 ദിവസം നീണ്ടുനിന്ന പ്രചാരണം കൊട്ടിക്കലാശിച്ചത്. വിവാദങ്ങളും ആരോപണങ്ങളും വാക്പോരും പ്രചാരണത്തിൽ നിറഞ്ഞുനിന്നു. കൊട്ടിക്കലാശ ദിവസവും ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും കുറവില്ലായിരുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാകും സ്ഥാനാർത്ഥികളും മുന്നണികളും. അടിയൊഴുക്കുകളും അട്ടിമറികളും തടയാനുള്ള ജാഗ്രത. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെയാണ്. 2.71 കോടി വോട്ടേഴ്സ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ 27 ദിവസത്തെ കാത്തിരിപ്പ് കൂടി. ഇലക്ഷൻ ഡെസ്ക് 24. ഇനി തിരഞ്ഞെടുപ്പ് പോരിനിടുണ്ടായ മറ്റൊരു വാക്പോരിലേക്കാണ്. തിരഞ്ഞെടുപ്പ് പോരിനിടെ വാക്പോരുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും. നീ പോമോനെ വിജയ എന്ന രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തിന് ഡാഷ് മോനെ രേവന്ത് എന്നാണ് പിണറായി വിജയന്റെ മറുപടി. നീ പോമോനെ വിജയ എന്ന പരാമർശം പ്രസംഗത്തിലും കത്തിലൂടെയും ഇന്നും രേവന്ത് റെഡ്ഡി ആവർത്തിച്ചു. Finally, I wanted to tell only one.
നീ പോ മോനെ ദിനേശ. ഈ മാസം 1-ന് തിരുവനന്തപുരം നിയമമണ്ഡലത്തിലെ പ്രചാരണത്തിനിടെയായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ സിനിമാ ഡയലോഗ്. തെലങ്കാനയിൽ നിന്ന് ഒന്നും പഠിക്കാനില്ലെന്ന ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ഇന്നലെ പിണറായി വിജയനുള്ള കത്തിലും നീ പോ മോനെ വിജയ പരാമർശം രേവന്ത് റെഡ്ഡി ആവർത്തിച്ചു. ഇതിനാണ് ഇന്ന് പിണറായി വിജയന്റെ മറുപടി. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. പിന്നാലെ പത്തനാപുരത്തെ പ്രചാരണത്തിനിടെ നീ പോമോനെ വിജയ പരാമർശം രേവന്ത് റെഡ്ഡി ആവർത്തിച്ചു. ബൈ ബൈ പിണറായി എന്നും രേവന്ത് റെഡ്ഡി. Finally, I wanted to tell only one. നീ പോ മോനെ ദിനേശ. നീ പോ മോനെ വിജയൻ. Your time is over. Your expiry date is over. You don't have any time to continue. ഇതിനിടെ രേവന്ത് റെഡ്ഡിയെ ഡിയർ രേവന്ത് എന്ന് അഭിസംബോധന ചെയ്ത പിണറായി വിജയൻ കത്തയച്ചു. കേരളത്തിന്റെ നേട്ടങ്ങൾ നിരത്തിയാണ് കത്ത്. രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റിയ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ. ഇതിനിടെ രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചും പിണറായി വിജയനെ പിന്തുണച്ചും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളും BRS മുൻ നേതാവുമായ കെ കവിത രംഗത്തെത്തി. 24 തിരുവനന്തപുരം. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നതോടെ വിജയപ്രതീക്ഷയിലാണ് LDF. സംസ്ഥാന ഭരണത്തിൽ ഹാട്രിക് എന്ന ചരിത്ര നേട്ടം കയ്യെത്തിപ്പിടിക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരമില്ലെന്നും അങ്ങനെ വിചാരിച്ചവർക്ക് കടുത്ത നിരാശയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. 3 ആഴ്ചയിലേറെ നീണ്ട പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ LDF നേതൃത്വത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷ ഉറയ്ക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഒരു മുന്നണിക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമായ 3ാം തുടർഭരണം പിണറായി വിജയൻ സാധ്യമാക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. കേരള രാഷ്ട്രീയത്തിലൊരു പുതിയ ചരിത്രം എഴുതി ചേർത്തുകൊണ്ട് LDFന് ഒരു 3ാം ഊഴം കിട്ടും എന്നാണ്. വികസനത്തിനൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളും നടത്താനായത് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് LDFന്റെ വിലയിരുത്തൽ. സർക്കാരിനെതിരായ വികാരം വോട്ടർമാർക്കിടയിൽ ഇല്ല എന്നതാണ് ഇടതുമുന്നണിയുടെ തുടർഭരണ പ്രതീക്ഷയുടെ ആണിക്കല്ല്. സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാറുള്ള ഈ നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള വികാരം കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ തുടരുകയാണല്ലോ. എന്നാൽ സ്വാഭാവികമായി അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ UDF സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. എന്നാൽ പാലക്കാട് മുതൽ തെക്കോട്ട് ആ സ്വാധീനം പ്രകടമല്ലെന്നും LDF വിലയിരുത്തുന്നു. UDFന്റെ പരമ്പരാഗത സ്വാധീന മേഖലകളായ മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാതെ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇടതു നേതൃത്വത്തിന്റെ നിഗമനം. 24 തിരുവനന്തപുരം. LDFനൊപ്പം തന്നെ UDFും വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ റിപ്പോർട്ടിലേക്ക് 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇക്കുറി ഭരണത്തിൽ തിളക്കമാർന്ന വിജയത്തോടെ തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 100 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന ആത്മവിശ്വാസം ആവർത്തിക്കുകയാണ് നേതാക്കൾ. UDFന്റെ സുനാമി തരംഗം കേരളത്തിലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വാദപ്രതിവാദങ്ങളും സജീവമായ പ്രചാരണ തന്ത്രങ്ങളും നിറഞ്ഞു നിന്ന ദിവസങ്ങൾ കലാശക്കൊട്ടിലെത്തുമ്പോഴും ആത്മവിശ്വാസക്കുറവില്ലാതെ UDF. സർവേകളെ കാര്യമാക്കുന്നില്ലെന്നും 100 സീറ്റുകൾക്ക് മുകളിൽ UDF വിജയിച്ചു കയറുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിനെതിരെയും CPMനെതിരെയും ആരോപണങ്ങൾ ആവർത്തിച്ചു. എവിടെ മത്സരിക്കുന്നത്? CPMല് മുഖ്യമന്ത്രി ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ്. ചോദ്യം ചെയ്യാനില്ലാത്ത ആളാണ് CPMല്. അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ 2 മുതിർന്ന നേതാക്കന്മാര് റിബലുകളായി മത്സരിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ചോദ്യം ചെയ്യാണ്. ആലപ്പുഴയിൽ ചോദ്യം ചെയ്യാണ്, പാലക്കാട് ചോദ്യം ചെയ്യാണ്, മലമ്പുഴയിൽ ചോദ്യം ചെയ്യാണ്. മന്ത്രിമാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാർക്കെതിരായിട്ട് ആന്റി ഇൻകംബൻസി ഉണ്ട് ഭയങ്കരമായിട്ട്. ഗവൺമെന്റിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ഒക്കെ മന്ത്രിമാരോടും ഉണ്ട്. UDFന് വൻ ആത്മവിശ്വാസമുണ്ടെന്ന PK കുഞ്ഞാലിക്കുട്ടി. UDFന്റെ വിജയം ഉറപ്പിച്ച പോലെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ. കാസർഗോഡ് നിന്ന് എറണാകുളം എത്തുമ്പോഴേക്കും വിജയം ഉറപ്പിച്ചു കഴിയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആണയിടുന്നത്. ഭരണവിരുദ്ധ തരംഗം അലയടിക്കുമെന്ന് പ്രതീക്ഷ. തെക്കൻ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകളും UDF ലക്ഷ്യമിടുന്നു. 24 കൊച്ചി.
എന്തായാലും LDF-നെയും UDF-നെയും കടന്നാക്രമിക്കുകയാണ് NDA ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തി നടത്തിയ പ്രചാരണം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇത്തവണ പലയിടത്തും അക്കൗണ്ടുകൾ തുറക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതാക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ഡീൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായ പ്രചാരണ കാലയളവിൽ BJPയെ പൊള്ളിച്ചത് FCRA ബിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് തൽക്കാലം നീട്ടിവെക്കാൻ BJPക്കായി. ക്രൈസ്തവ പിന്തുണ നേടാൻ പദ്ധതികൾ ആവിഷ്കരിച്ച സംസ്ഥാന BJPക്ക് FCRA ബിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടുള്ള നിർണായക നീക്കം. എന്നാൽ LDF UDF ക്യാമ്പുകൾ NDAക്കെതിരെയുള്ള പ്രധാന പ്രചാരണ വിഷയമായി FCRA ബില്ലിനെ ഉപയോഗിക്കുന്നു. പ്രതിരോധിക്കാൻ BJP നേതാക്കൾ അരയും തലയും മുറുക്കി കളത്തിൽ. എങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരാകുന്ന ഇതെങ്ങനെയാ? അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൊട്ടം കണക്കെടുത്താൽ 12% ഉള്ളൂ രജിസ്റ്റേർഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന സംഘടനകൾ. അപ്പോൾ ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. എന്തിനു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്? രാജ്യത്തിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ പണം അത് വരാൻ വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യുന്നു. ക്രിസ്ത്യാനികളല്ല, ദുരുപയോഗം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് വന്നത്. 36ഓളം മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമെന്നും 12 സീറ്റുകളെങ്കിലും കേരളത്തിൽ നേടാനാവുമെന്നാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. നേമം, മഞ്ചേശ്വരം, കഴക്കൂട്ടം, പാലക്കാട്, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ചാത്തന്നൂർ, തൃശൂർ, നാട്ടിക, മലമ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാനാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ഞങ്ങൾക്ക് നിരവധി മണ്ഡലങ്ങളിൽ മേൽക്കൈ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾക്ക് ഒരുപോലെ പ്രതീക്ഷയുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഒരേപോലെയാണ് മത്സരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്വാധീന ശക്തിക്ക് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ മുഴുവൻ കേരളത്തിലും ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൊണ്ടും കൊടുത്തും 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണത്തിൽ NDA ക്യാമ്പിന് നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, JP നദ്ദ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങി ദേശീയ നേതാക്കൾ കേരളത്തിലെത്തി. CPIM-നെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച അവർ ശബരിമല സ്വർണ്ണക്കൊള്ളയും പ്രധാന ചർച്ചാ വിഷയമാക്കി. 24 തിരുവനന്തപുരം. മലപ്പുറം തിരൂരിൽ ഇത്തവണ നടക്കുന്നത് CPM-ന്റെ അഭിമാന പോരാട്ടമാണ്. വികസനം പോരെന്ന് പറഞ്ഞ് സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയ V അബ്ദുറഹ്മാന് വിജയിക്കാനായില്ലെങ്കിൽ അത് വലിയ നാണക്കേടുണ്ടാകും. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. V അബ്ദുറഹ്മാൻ വേഴ്സസ് കുറുക്കോളി മൊയ്തീൻ. സിറ്റിംഗ് മണ്ഡലമായ താനൂരിൽ നിന്ന് ജന്മനാടായ തിരൂരിലേക്ക് അബ്ദുറഹ്മാൻ മടങ്ങുന്നത് സ്വന്തം നാട്ടിൽ വികസനം എത്തിക്കാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും തിരൂരിലെ സ്ഥിതി പരുങ്ങലിലായതോടെയാണ് അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയതെന്നാണ് UDF വാദം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും മണ്ഡലത്തിൽ സജീവ ചർച്ചയായി. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന കായിക വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായതോടെ ഇത് UDF പ്രചരണായുധമാക്കി. കണ്ടില്ലേ, കുഞ്ഞു മക്കളും നിൽക്കും, സ്ത്രീകളെല്ലാം അഭിവാദ്യം അർപ്പിച്ചു. സ്ത്രീകളെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മെസ്സിക്ക് പിന്നാലെ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ആളോട് നിങ്ങളൊക്കെ ചോദിക്കണം എന്താ മെസ്സി വരാത്തതെന്ന്. ഞാൻ ഈ ആളുകളോട് പറഞ്ഞിരുന്നു ഞാൻ അസറുദ്ദീനെ കൊണ്ടുവരുമെന്ന്. ഞാൻ കൊടുന്നു പുത്തൻതാണിയിലും തിരുനാവായ വരെ റോഡ് ഷോ നടത്തി. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എതിർ സ്ഥാനാർത്ഥി എന്താ പാലിക്കാത്തതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. എന്നാൽ തനിക്കെതിരെ ഒന്നും പറയാനില്ലാത്ത UDF മെസ്സി വിഷയം ഉയർത്തിപ്പിടിക്കുകയാണെന്നാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും സുരക്ഷിത മണ്ഡലം തേടുമ്പോൾ പ്രശ്നമില്ല, താൻ മണ്ഡലം മാറിയത് മാത്രമാണ് ചർച്ച. നോക്കൂ, താനൂരിൽ നിന്ന് തിരൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ മണ്ഡലം. എൻ്റെ സ്വന്തം കോർട്ടിലേക്ക് ഞാൻ വന്നുള്ളൂ, എൻ്റെ മണ്ഡലത്തിലേക്ക്, എൻ്റെ തട്ടകത്തിലേക്ക് ഞാൻ വന്നുള്ളൂ, എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ വന്നത്. കുഞ്ഞാലിക്കുട്ടി ഓടിയിട്ടുള്ളത് സുരക്ഷിത മണ്ഡലം തേടി മലപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. KM ഷാജി അഴീക്കോടൊന്ന് ഓടിയെത്തിയത് വേങ്ങറിലാണ്, സുരക്ഷിത മണ്ഡലം തേടിയാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കെ ഇവിടെ പരാജയ ഭീതി നല്ല രീതിയിൽ അവരെ പിടിപെട്ടിട്ടുണ്ട്. NDAക്ക് കാര്യമായ മുന്നേറ്റം ഇന്നോളം മണ്ഡലത്തിൽ ഉണ്ടാക്കാനായിട്ടില്ല. ഇത്തവണ സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നാണ് ക്യാമ്പിന്റെ പ്രതീക്ഷ. 24 മലപ്പുറം. ഇനി നമുക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാം. അത് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ മഞ്ചേശ്വരത്തേക്കാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത്. കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരിക്കൽ കൈവിട്ടു പോയ മണ്ഡലം ഇക്കുറി പിടിക്കുമെന്ന് ഉറപ്പിച്ചാണ് NDAയുടെ K സുരേന്ദ്രൻ കളത്തിലിറങ്ങിയത്. മണ്ഡലം നിലനിർത്തുമെന്ന് UDF-ഉം തിരികെ പിടിക്കുമെന്ന് LDF-ഉം ഉറപ്പിക്കുന്നുണ്ട്. പ്രചരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ്. ഭാഷാപരമായ സവിശേഷതകളുള്ള മണ്ഡലത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കയ്യിലെടുക്കുന്നത്. 3 ദിവസം മുൻപ് തന്നെ
പൊതുപര്യടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വോട്ടർമാരെ നേരിൽ കണ്ടു തുടങ്ങിയിരുന്നു. കൊട്ടിക്കലാശ ദിവസം രാവിലെ 7 മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. കടുത്ത ചൂടിനെ അവഗണിച്ചാണ് അവസാന മണിക്കൂറിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകുമെന്നും UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് പറഞ്ഞു. എനിക്ക് വോട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സന്തോഷകരമായ ചിത്രമാണ് ഓരോ ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷം മഞ്ചേശ്വരത്ത് ചെയ്ത എൻ്റെ എല്ലാ ഇടപെടലുകളും മഞ്ചേശ്വരത്ത് ജനങ്ങളെ നന്ദിയോടെ ഓർത്ത് UDFന് നല്ലൊരു മെജോറിറ്റി നൽകുമെന്നുള്ള വിശ്വാസത്തിലാണ്. 2 വട്ടം കയ്യകലത്തിൽ നഷ്ടമായ മണ്ഡലം ഇത്തവണ താമരയെ പുണരുമെന്ന് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. കേരളത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് NDA മാറും. LDFനും UDFനും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ തീരുമാനിക്കും ആരാണ് മുന്നിൽ വരേണ്ടത്, അല്ലെങ്കിൽ എന്താവും സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് BJPയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. 2006 പോലുള്ള ഒരു ചരിത്രം 20 വർഷങ്ങൾക്കിപ്പുറം മഞ്ചേശ്വരത്ത് വീണ്ടും പിറക്കുമെന്ന് LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയം നേടുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഞങ്ങളെ റാലിയിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി കുമ്പളയും ചീത്തങ്കോളിയല്ല എത്തിച്ചേർന്നത്. അത് കാണിച്ചു തന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും എന്നതാണ്. 24 കാസർഗോഡ്. മഞ്ചേശ്വരത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത് പൂഞ്ഞാറിലേക്കാണ്. കോട്ടയം ജില്ലയിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പൂഞ്ഞാർ. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണയും നിർണായകമാകുന്ന മണ്ഡലത്തിൽ മത്സരം പ്രവചനാതീതമാണ്. BJP സ്ഥാനാർത്ഥിയായി എത്തുന്ന PC ജോർജ് എന്ത് ചലനമുണ്ടാക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നു. LDFന് വേണ്ടി നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, UDFന് വേണ്ടി സെബാസ്റ്റ്യൻ MJ, BJPക്ക് വേണ്ടി സാക്ഷാൽ PC ജോർജ്. പൂഞ്ഞാറിൽ ത്രികോണ മത്സരത്തിനുള്ള എല്ലാ കളവും ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം പൂഞ്ഞാറുകാർ മണ്ഡലത്തിനൊപ്പം ചേർത്ത് വെച്ച പേര് PC ജോർജ് എന്നായിരുന്നു. ഇടത് വലത് മുന്നണികൾക്കൊപ്പവും സ്വതന്ത്രനായും PC പലതവണ പൂഞ്ഞാറിന്റെ MLA ആയി. എന്നാൽ കഴിഞ്ഞ തവണ LDFിലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 16,581 വോട്ടുകൾക്ക് PC ജോർജിനെ തോൽപ്പിച്ചു. ന്യൂനപക്ഷ നിലപാടുകളാണ് PCക്ക് തിരിച്ചടിയായത്. ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുമ്പോൾ PC ജോർജിന് അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. ഇത്തവണ RSSന്റെയും BMSന്റെയും BJPയുടെ ഒക്കെ പ്രവർത്തകർ 100% ആത്മാർത്ഥമായിട്ട് ഫീൽഡുണ്ട്. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നു? 5 കൊല്ലം ഉണ്ടായിരുന്നല്ലോ, 4.25 കൊല്ലം വേറെ പണിക്കുക. പക്ഷെ 3 മാസമായിട്ട് ഇപ്പോൾ കല്ലിടിയിലുമായിട്ട് നടക്കുക. PC ജോർജിനെതിരായ വികാരം ഇത്തവണയും ഗുണം ചെയ്യുമെന്നാണ് നിലവിലെ MLA കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ പ്രതീക്ഷ. കൂടാതെ മണ്ഡലത്തിൽ നടത്തിയ വികസനവും ഉയർത്തിക്കാട്ടുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ നിന്ന് പോലും വലിയ പ്രോത്സാഹനവും പിന്തുണയുമായി ജനങ്ങൾ കടന്നു വരുന്ന കാഴ്ചയാണ് ഈ പര്യടന വേളയിൽ കാണാൻ കഴിയും. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് സെബാസ്റ്റ്യൻ MJ എത്തിയതെങ്കിലും ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം ഭരണവിരുദ്ധ വികാരം കൂടി എത്തിയാൽ വിജയിച്ചു കയറാമെന്നാണ് പ്രതീക്ഷ. മണ്ഡലത്തിലെ മൊത്തം UDFന് അനുകൂലമായ വലിയ തരംഗമാണ്. കാരണം അത് UDFന്റെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയതുകൊണ്ട് അതിലേക്ക് വന്ന് അടുക്കുന്നതാണ്, UDFിലേക്ക് വന്ന് അടുത്ത് ചേരുന്നതാണ്. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള സാമ്യത മത്സരം പ്രവചനാതീതമാക്കുന്നുണ്ട്. എന്തായാലും കാടിളക്കിയുള്ള പ്രചരണമാണ് ഇത്തവണ പൂഞ്ഞാറിൽ നടക്കുന്നത്. മതസാമുദായിക സംഘടനകളുടെ നിലപാടുകളടക്കം നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ് പൂഞ്ഞാർ. മലയോര ജനതയുടെ മനസ്സറിയാൻ അതുകൊണ്ട് തന്നെ വോട്ടെണ്ണുന്നവരെ കാത്തിരിക്കേണ്ടി വരും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. കൊല്ലത്ത് കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്നതിന് വഴിയാത്രക്കാരെ കാറിടിച്ച ഒരു സംഭവം നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ആ അപകടം ഉണ്ടാക്കിയത് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള കാറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സ ബിന്ദു കൃഷ്ണ ഏറ്റെടുത്തു. വാഹനം ഓടിച്ചത് KSU പ്രവർത്തകരാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയുണ്ട്. സൂര്യഗായത്രി, വിശദാംശങ്ങൾ. കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങവെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. KSU പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന കാറാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. ആ കാർ ഇപ്പോൾ ബിന്ദുകൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളത് നേരത്തെ CPM പ്രവർത്തകർ ആരോപിച്ചിരുന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പക്ഷെ വാഹനം ഓടിച്ചിരുന്നത് KSU പ്രവർത്തകരായിരുന്നു. ഈ ഹോക്കി താരങ്ങളായ പെൺകുട്ടികളെയാണ് ഈ വാഹനം ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾ കായലിലേക്ക് വീണു. ഇവർക്ക് സാരമായിട്ടുള്ള പരിക്ക്, അതിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവരുടെ ചികിത്സ ബിന്ദുകൃഷ്ണ ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടിയുടെ
നേതൃത്വത്തിൽ പെൺകുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കും എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാത്രിയോടെയാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൃത്യം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ മുഴുവൻ ചികിത്സയും പാർട്ടി ഏറ്റെടുക്കും എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ വാഹനം ഓടിച്ചവരുടെ കൂട്ടത്തിൽ ബിന്ദു കൃഷ്ണയുടെ മകൻ ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന ദേവാനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.